അപ്പോൾ പക്ഷേ കുടുംബം ഇല്ല എന്നുള്ളതൊരു പോസിറ്റീവോ അല്ല നെഗറ്റീവോ അല്ല. പക്ഷെ കൂടുതൽ സമയം നാട്ടുകാരുടെ കാര്യങ്ങൾ ചെലവഴിക്കാൻ പറ്റും. 24/7 ആണ് എൻ്റെ മുദ്രാവാക്യം. 24/7 അതൊരു സ്ഥാനാർത്ഥി മുദ്രാവാക്യം മുന്നോട്ട് വെച്ചേക്കുക. ആ മുദ്രാവാക്യത്തെ നിങ്ങൾ എങ്ങനെ എതിർക്കും? 27 മണിക്കൂറേ ഉള്ളൂ. ഇതിനു മുമ്പ് ഡാനിയലായിരുന്നു. അപ്പോൾ ജനങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത്. ഇനി ഉള്ള 5 വർഷം ആരാണ് അതിനുശേഷം രാധികയായിരുന്നു, കൗൺസിലർ രാധികയായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. രാധിക എന്താ മാറ്റിയത്? വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും അധികം കോർപ്പറേഷനിലെ ഏറ്റവും അധികം ഫണ്ട് ഉപയോഗിച്ചത് ഒരു ഫണ്ട് പോലും ലാപ്സ് ആക്കാതെ ഈ ഡിവിഷനിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്കറിയാം. ഇവിടുത്തെ ഏറ്റവും അധികം ഒരു പ്രശ്നം എന്ന് പറയുന്നത് വെള്ളക്കെട്ട് പ്രശ്നമാണ്. വെള്ളക്കെട്ട് പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് പെരിങ്ങാവ്, റോസ് ഗാർഡൻ, വാരി ലൈൻ അങ്ങനെ ഡിവിഷനുകളിൽ ഒരുപാട് വെള്ളക്കെട്ട് പ്രശ്നമുണ്ട്. അത് നമ്മുടെ സുരേഷ് ഗോപി ഇടപെട്ട് ഇപ്പോൾ പത്മകുമാർ സാറെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു, 2ാം ഘട്ടം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും ഇവിടുത്തെ തൃശ്ശൂർ ടൗണിലെ വെള്ളക്കെട്ട് ഒഴിവാക്കിയത് ഞാനിവിടെ MLA ആയിരിക്കുന്ന സമയത്ത് നടത്തിയ വികസന പരിപാടിയാണ്. അതിവിടെ BJPക്കാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. എനിക്ക് പറയാനുണ്ട്, ഇപ്പം വെള്ളക്കെട്ട് ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീടടക്കം വെള്ളത്തിലാണ് കിടക്കണം. ഇപ്പോഴും കുഴിക്കണ്ടത്തിലേക്ക് വെള്ളം വെച്ചാൽ വെള്ളത്തിൽ കിടക്കേണ്ടി വരും. കുഴിക്കണ്ടത്തിൽ വെള്ളം മേടിച്ചാലേ ഗാന്ധിനഗർ ആ ചേറൂര് ഭാഗത്തിൽ ഇങ്ങനെ പറയില്ല. ഞങ്ങളൊക്കെ വെള്ളക്കെട്ടിന്റെ ദുരിതം അനുഭവിച്ചിട്ട് ഞാനിപ്പോ ഇവിടുത്തെ MLA എന്ന കാലത്ത് ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടത്തിയുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകൾ ചോദിച്ചാൽ മതി. പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഞാൻ പറയില്ല, പക്ഷെ അതിന് നടത്തിയ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ അതിനിവിടുത്തെ പണ്ട് എല്ലാവർക്കും അറിയാം. എനിക്ക് സുനിലേട്ടൻ പേരുകൾ പറയുമ്പോൾ എനിക്കൊരു വിഷമം തോന്നിയെന്ന് പറഞ്ഞാണ്. സുനിലേട്ടൻ ഞാൻ നല്ല മന്ത്രിയായിരുന്നു. എൻ്റെ ഏറ്റവും എനിക്കൊരു ദേഷ്യമുള്ള കാര്യമുണ്ട്. കഴിഞ്ഞ നിയമസഭയുടെ അവസാന ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പാട്ടിരാക്കലിൽ വിവേകാനന്ദ പ്രതിമയ്ക്ക് 25 ലക്ഷം അനുവദിച്ചിരുന്നു. ഞാൻ ഇവിടെ വന്ന് നോക്കിയിട്ട് 25 ലക്ഷവും കാണാനില്ല, വിവേകാനന്ദ സ്വാമിയുടെ പ്രതിമയും കാണാനില്ല. അതിനുള്ള വിയോജനക്കുറിപ്പ് ഇപ്പം രേഖപ്പെടുത്തിയാണ്. അല്ല, അന്ന് 25 ലക്ഷം അനുവദിച്ചിരുന്നു, ശരിയാണ്. ഞാൻ നിയമസഭയിൽ നിന്ന് പോയല്ലോ. അതിപ്പോൾ എന്താണ് സ്ഥിതി എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അവിടെ വിവേകാനന്ദ പ്രതിമ സ്ഥാപിക്കേണ്ടതാണ്. അതിനുവേണ്ടി ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയതാണ്. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ വിവേകാനന്ദൻ്റെ പ്രതിമ ഈ പാട്ടിരാക്കിയിൽ അദ്ദേഹം വന്നിറങ്ങിയ സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി ശ്രമം നടത്തിയുള്ള സത്യം. ഇവിടെ വിവേകാനന്ദ പ്രതിമ സ്ഥാപിക്കണമെന്ന് 10 വർഷം മുമ്പ് ആവശ്യപ്പെട്ടത് BJPയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ തൃശ്ശൂരിനെ തൃശ്ശൂരാക്കിയ ശക്തൻ നമ്പരാൻ അതൊക്കെ മറന്നു. ഞാനാണോ അല്ലല്ല, ഞങ്ങളിപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഇന്നത്തെ ദിവസം അനിലക്കരയാണ് വിവേകാനന്ദനെ ഓർമ്മിച്ചത്. ഈ തൃശ്ശൂരിനെ തൃശ്ശൂരാക്കിയ ശക്തൻ നമ്പുരാൻ ആണ്. ആ ശക്തൻ നമ്പുരാന്റെ പ്രതിമ കൊണ്ടുവന്നത് BJPയാണ്. അന്ന് എതിർത്തത് CPM CPI. അല്ല, നമുക്ക് പ്രതിമകൾ വിടാം, നടക്കുന്ന മനുഷ്യനെ കുറിച്ച് പറയാം. അപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥി നമ്മുടെ BJP സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് കൃഷ്ണമോഹൻ എന്നാണ്. കൃഷ്ണമോഹൻ. സ്ഥാപനമാണ്, ഹോട്ടലാണ് തൊട്ടടുത്ത്. ഈ ചായ എങ്ങനെയുണ്ട്? നല്ല ചായയാണ്. എല്ലാ ചായകളും നല്ല ചായയാണ്. ചായക്കടയിൽ ഒരു എതിരാളിയോ ഉണ്ടോ? ഒന്നുമില്ല. നമുക്ക് എല്ലാവരും ആണല്ലേ? ചായക്കട നടത്തുന്ന ഒരു ചെറിയ സ്വകാര്യ ഹോട്ടൽ അല്ലേ നടത്തുന്ന ആളാണ്. നമ്മളെന്താ ജോലി? നമ്മുടെ പേര് ഒന്നുകൂടി ഒന്ന് പറയാമോ? പങ്കജാക്ഷ. എന്താ ചെയ്യുന്നത്? കോപ്പറേറ്റീവ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ പാട്ടിരാക്കൽ ഡിവിഷനിലെ മത്സരം? കടുക്കുവോ? LDF പിടിച്ചെടുക്കും ഇപ്രാവശ്യം BJPയിൽ നിന്ന്. ആണോ? ഉറപ്പാണോ? എന്താണ് ഈ ആത്മവിശ്വാസത്തിന്റെ കരുത്ത്? ജനങ്ങളായിട്ടുള്ള ബന്ധത്തിൽ വന്ന ഉറപ്പ്. വാർഡിൽ തന്നെയാണ് താമസം? എന്റെ വീട് തൊട്ടപ്പുറത്താണ്. എല്ലാവരും അറിയാം? ഞാൻ 25 വർഷമായി പാട്ടിരാക്കൽ സെന്ററിൽ കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. എന്താ ഇത്ര കാലം കല്യാണം കഴിക്കാനായിട്ട് രാഷ്ട്രീയ പ്രവർത്തനല്ലേ, അതിന്റെ ഭാഗമായി ഞാൻ ഉപദേശ സമിതി പ്രസിഡന്റായിട്ട് 6 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വളരെ ഗുണം ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ജനങ്ങളിൽ ഭാഗത്തു നിന്ന്. പിന്നെ കഴിഞ്ഞ വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് ആളുകൾ എന്താ ചോദിക്കുന്നത്? പെൻഷൻ കാര്യം പറയോ, അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ള പറയോ, അതല്ല മോദി സർക്കാരിന്റെ വികസനം പറയോ, SIR പറയോ? SIR-നെ കൊണ്ട് സ്ഥാനാർത്ഥികൾ വലഞ്ഞിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ചെല്ലുമ്പോൾ വോട്ട് ചോദിക്കാൻ പറഞ്ഞു. അതിപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഈ SIR എന്താണ്, അതിന്റെ കാര്യങ്ങളെ കുറിച്ച് SIR-ൽ പേര് വന്നില്ലെങ്കിൽ വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു വലിയ ഭീതി, ഭയാശങ്ക, തെറ്റിദ്ധാരണയാണ്. ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയാം, നിലവിലുള്ള SIR-ഉം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരത്തെ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്യാം. അതുകൊണ്ട് അക്കാര്യത്തിൽ SIR-മായി അതിനെ നിങ്ങൾ ബന്ധിപ്പിക്കേണ്ട. അനാവശ്യമായ ഭീതി നമ്മുടെ ഈ പാവം സ്ഥാനാർത്ഥികളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കരുത്. ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വിവരണം ഞാൻ പ്രേക്ഷകർക്ക് നൽകിയിട്ടുണ്ട് ഒരു BLO ഓഫീസറുടെ സാന്നിധ്യത്തിൽ. പ്രേക്ഷകർക്ക് ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കാണാം. അപ്പോൾ പങ്കജാക്ഷൻ എല്ലാവിധ ആശംസകളും ജോൺ.